ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ജിയോഗ്രഫിയാണ്. അതിൽ തന്നെ നമ്മൾ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്: കോട്ടയം, തിരുവനന്തപുരം, മലബാർ, കൊല്ലം ആൻഡ് തൃശ്ശൂർ. അങ്ങനെ 5 ജില്ലകളാണ് കേരളം എന്ന സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 14 ജില്ലകളും 14 ജില്ലാ പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റിയും 78 താലൂക്കുകളും അതുപോലെ തന്നെ 6 കോർപ്പറേഷനും 27 റവന്യൂ ഡിവിഷൻസുമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താണ്, 14 ജില്ലകൾ, 14 ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി ആൻഡ് 78 താലൂക്ക്, 6 കോർപ്പറേഷൻ, 27 റവന്യൂ ഡിവിഷൻസ്. ഇനി നമുക്ക് നമ്മളുടെ നിയമസഭാ മണ്ഡലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 സീറ്റാണ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ. അതിൽ റിസർവേഷൻ SCക്ക് 40ഉം STക്ക് 2 ST റിസർവേഷനുള്ള 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയാണ്. ഇനി ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണെങ്കിൽ അത് 20ആണ്. അതിന് സംവരണം ചെയ്തേക്കുന്നത് 2 സീറ്റാണ്. അത് ആലത്തൂറും മാവേലിക്കരയാണ്. എവിടേക്കാണ്? ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. ഇനി നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 21-ാമതാണ്. എത്രയാണ്? 21-ാമത് കേട്ടോ. ഇനി ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമാണ് ഇത് കേരളമുള്ളത്. ആകെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രം. ഇനി കേരളത്തിൻ്റെ വിസ്തീർണമാണ് 3863 ചതുരശ്ര കിലോമീറ്റർ. ഇനി ഇന്ത്യൻ സംസ്ഥാനത്തിൽ ജനസംഖ്യ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 13ആണ്. എന്താണ്? ഇന്ത്യൻ സംസ്ഥാനത്തിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21-ാമതും ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 13-ാമതുമാണ് കേട്ടോ. ഇനി ആകെ ജനസംഖ്യയുടെ 2.76% മാത്രമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 3. അപ്പോൾ ജനസംഖ്യയിൽ 13ഉം ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3-മാണ് കേട്ടോ. കേരളത്തിൻ്റെ ജനസാന്ദ്രതയാണ് ഈ കാണിച്ചിരിക്കുന്ന 859 ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ്? 859 ചതുരശ്ര കിലോമീറ്റർ. ഇനി നമ്മൾ ഇന്ത്യയിൽ സാക്ഷരതയിലും സ്ത്രീ പുരുഷാനുപാതത്തിലും കേരളത്തിൻ്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് 1ആണ്. നമ്മൾ കേരളത്തിലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? മാഹി, പുതുച്ചേരിയിലുള്ള മാഹി കേട്ടോ. ഇനി നമുക്ക് കേരളത്തിൻ്റെ അതിർത്തികൾ നോക്കാം. പടിഞ്ഞാറ് ഏതാ ഉള്ളത്? പടിഞ്ഞാറ് അറബിക്കടലുണ്ട്, കിഴക്ക് പശ്ചിമഘട്ടമുണ്ട്, വടക്ക് കിഴക്ക് കർണാടകയുണ്ട്, തെക്ക് കിഴക്ക് തമിഴ്നാടുണ്ട്. ഇതൊക്കെയാണ് പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം, വടക്ക് കിഴക്ക് കർണാടക, തെക്ക് കിഴക്ക് തമിഴ്നാട്. ഇനി അതിർത്തി, അതായത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം. കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകളാണ് കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം. ഇനി നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഓക്കെ. ഇനി ജനസംഖ്യ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് മലപ്പുറവും, ജനസംഖ്യ കുറവുള്ള ജില്ല ചോദിച്ചാൽ വയനാടുമാണ്. ഇനി ഏക കരബന്ധിത ജില്ലയായിട്ടുള്ളതാണ് നമ്മളുടെ കോട്ടയം. ഇത്രയാണ് നമ്മൾ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. കേരളത്തിന് 3 ഭൂവിഭാഗങ്ങളാണുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മലനാട് എന്ന് പറയുന്നത് നമ്മളെ ആകെ കേരളത്തിൻ്റെ 48% മലനാടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂപ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 75 മീറ്റർ, അതായത് 250 അടിയിൽ കൂടുതൽ ഉയരമായിരിക്കും. ഇനി കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതാണ് ഏത്? മലനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഐറ്റംസാണ് തേയില, ഏലം, കാപ്പി. ഇനി മലനാട് പശ്ചിമഘട്ടവും കടന്നു പോകാത്ത ഏക ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. അപ്പോൾ കരബന്ധിത ജില്ല നമ്മൾ കോട്ടയം പറഞ്ഞു. അതുപോലെ തന്നെ മലനാട് പശ്ചിമഘട്ടവും കടന്നു പോകാത്ത ഏക ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ആലപ്പുഴയാണ്. ഇനി അടുത്തത് നമ്മളെ കേരളത്തിലെയും പശ്ചിമഘട്ടത്തിലെയും തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി.
കേരളത്തിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അതിൻ്റെ ഉയരമാണ് 2695 മീറ്റർ അഥവാ 8842 അടി എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആനമല, ഏലമല, പളനിമല ഈ 3 മലകളുടെയും എന്നിവ സംഗമിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനമുടിയിലാണ്. ഓക്കെ, ആനമുടിയുടെ വടക്കുള്ളതാണ് ആനമല, വടക്ക് കിഴക്ക് പളനിമലയും തെക്ക് ഏലമലയാണ്. ഇനി നമ്മളുടെ അടുത്ത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് മീശപ്പുലിമലയാണ്. പക്ഷേ ഇടുക്കിയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ PSC നമുക്ക് ആൻസറായിട്ട് തരാറുള്ളത് അഗസ്ത്യമല തിരുവനന്തപുരത്തുള്ളതാണ് കൊടുക്കൽ. ശരിക്കുള്ളത് മീശപ്പുലിമല ഇടുക്കിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2012 ജൂലൈ 1 നമ്മൾ ഉൾപ്പെടുത്തിയത്. എന്തിനെ? പശ്ചിമഘട്ടത്തിനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഈ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിൽ എത്ര കേന്ദ്രങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 39 എണ്ണമാണ് ഉള്ളത്. അതിൽ 20 എണ്ണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. ഇനി പശ്ചിമഘട്ട സംരക്ഷണത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. 2010 നിയമിച്ചു. 11 ആയപ്പോഴത്തേക്കും റിപ്പോർട്ട് നൽകി. ഇനി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റീനെ കുറിച്ച്, ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയായിരുന്നു കസ്തൂരി രംഗൻ. അത് 2012 നിയമിച്ച് 13 ആയപ്പോഴത്തേക്കും ആളും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതിലോല വില്ലേജുകൾ, അതായത് പഞ്ചായത്ത് മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 123 ആണ്. 1, 2, 3. പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ആണ് കേട്ടോ. ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ പറ്റി കുറിച്ച് പഠിക്കാനായിട്ട് കേരള സർക്കാർ, ഇപ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിലും കസ്തൂരി രംഗനും കേന്ദ്ര സർക്കാർ നിയമിച്ചതായിരുന്നു. കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയായിരുന്നു ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മൾ മലനാടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ്? 75 മീറ്റർ കൂടുതൽ ഉയരം, കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. പിന്നെ എന്താ പറഞ്ഞാൽ ആകെ 48%, ഭൂസ്ഥിരയുടെ ആകെ 48% പറഞ്ഞു. ഏലം, തേയില, കാപ്പി അതൊക്കെയാണ് പ്രധാന വിളകൾ എന്ന് പറഞ്ഞു. പിന്നെയോ ആനമുടി, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, രണ്ടാമത്തെ മീശപ്പുലിമല. പിന്നെ എന്തിട്ട് പറഞ്ഞ എത്ര സൈറ്റുകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 39 എണ്ണം വന്നിട്ടുണ്ട്. അതിൽ 20 എണ്ണം ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ 3 കമ്മിറ്റികൾ പിടിച്ചു പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായിട്ട്. ആദ്യത്തെയായിരുന്നു മാധവ് ഗാഡ്ഗിൽ, പിന്നെ കസ്തൂരി രംഗൻ, പിന്നെ കേരള സർക്കാരിൻ്റെ ആയിരുന്നു ഉമ്മൻ. അടുത്ത് നമുക്ക് ഇടനാട് നോക്കാം. ഇടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാടെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ആണ് ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മൾ റബ്ബർ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണായ ലാറ്ററൈറ്റ് മണ്ണ്. ഇനി ഇവിടെ പ്രധാന കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് തെങ്ങ്, മരച്ചീനി, വാഴ, കശുവണ്ടി. ഇനി നമ്മളുടെ അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിൻ്റെ മലയാളം ചോദിക്കുകയാണെങ്കിൽ ചെങ്കൽ മണ്ണാണ് കേട്ടോ, തെറ്റിക്കരുത്, ചെങ്കൽ മണ്ണ്. ഇനി അടുത്തത് പ്രധാന കാർഷിക വിളകൾ നമ്മൾ പറഞ്ഞു, തെങ്ങ്, മരച്ചീനി, വാഴ, കശുവണ്ടിയാന്ന് പറഞ്ഞു. ഇനി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ലാറ്ററൈറ്റ് കുന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്, മലപ്പുറത്തുള്ളത്. ഇനി കേരളത്തിലെ മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറന്മുളയിലാണ്. ഇനി മികച്ച മണ്ണ് സംരക്ഷണ പ്രവർത്തനത്തിനുള്ള കേരള സർക്കാരിൻ്റെ അവാർഡാണ് എന്ത്? ഷോണമിത്ര. മണ്ണ് ഗവേഷണ കേന്ദ്രം ആറന്മുള, അവാർഡ് ഷോണമിത്ര. ജിയോളജിക്കൽ സർവേ ലാറ്ററൈറ്റ് കുന്ന് ഏതായിരുന്നു? അങ്ങാടിപ്പുറം കേട്ടോ. അടുത്തതാണ് തീരസമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മലനാട് 48 പോയി, ഇടനാട് 42 പോയി, ബാക്കിയുള്ള എത്ര ഉണ്ടാവുള്ളൂ? 10% മാത്രമേ എന്തുള്ളൂ? തീരസമതലമുള്ളൂ. ഇനി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹൈറ്റ് 7.5 മീറ്ററിനും താഴെയാണ് അവിടുത്തെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഭൂവിഭാഗമാണ് തീരസമതലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 9 ജില്ലകളിലാണ് എന്തുള്ളത്? തീരദേശങ്ങളുള്ളത്. ഓക്കെ, പിന്നെ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിലെ കേരളത്തിൻ്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് 5ആണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യമാണ് 580 കിലോമീറ്റർ അഥവാ 590 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കടൽ തീര ദൈർഘ്യം കൂടിയ ജില്ല കണ്ണൂരും കുറഞ്ഞ ജില്ല കൊല്ലവുമാണ്. ഇനി കടൽ തീരമുള്ള വലിപ്പം കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറവും, വലിപ്പം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷനാണ് നമ്മളുടെ തൃശ്ശൂർ കോർപ്പറേഷൻ.
ഇനി കടൽ തീര ദൈർഘ്യം കൂടിയ താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ അത് ചേർത്തല ആലപ്പുഴയിലുള്ളതാണ്. ഇനി ഇവിടുത്തെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. എന്ത് മണ്ണാണ്? എക്കൽ മണ്ണ് കേട്ടോ. പ്രധാന വിളകളാണ് നെല്ലും തെങ്ങും. ഇനി ഇവിടെ കണ്ടുവരുന്ന ആണവ ധാതുവാണ് തോറിയം. അതുപോലെ തന്നെ ഇവിടെ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ് മോണോസൈറ്റും ഇലുമിനേറ്റും. ഇനി നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ച് അതാണ് മുഴുപ്പിലങ്ങാട്, കണ്ണൂരുള്ള ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചും അതേതാണ്? മുഴുപ്പിലങ്ങാട് തന്നെയാണ് കേട്ടോ. നമ്മളെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ചോദിക്കുകയാണ്. ആദ്യം ഭിന്നശേഷി സൗഹൃദ ബീച്ചാണെങ്കിൽ അത് ആലപ്പുഴയാണ്. അഴീക്കോട് ഡോൾഫിൻ ബീച്ചിൻ്റെ എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈതൃക ബീച്ചാണ്. ഇനി നമുക്കറിയാം ചാകരയ്ക്ക് പ്രസിദ്ധമാണ് പുറക്കാട് തുറമുഖം. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. അപ്പോൾ എന്താണ്? മുഴുപ്പിലങ്ങാട് എന്താണ്? ഡ്രൈവിംഗ് ബീച്ച്. ആലപ്പുഴ ആദ്യം ഭിന്നശേഷി സൗഹൃദം. അഴീക്കോട് ഡോൾഫിൻ പൈതൃക ബീച്ച്. പുറക്കാട് തുറമുഖം എന്തായിരുന്നു? ചാകരയ്ക്ക് പ്രസിദ്ധം ആലപ്പുഴ. നീണ്ടകര എന്തൊട്ടായിരുന്നു? മത്സ്യബന്ധനം. അതെവിടെയാണ്? കൊല്ലത്ത്. ഇത്രയാണ് നമ്മളുടെ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.